സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ കൊയിലാണ്ടി പേരാമ്പ്ര ആർഒമാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഇതു സംബന്ധിച്ച് UDF നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഈ ആവശ്യം ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് കാണുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. മെറ്റീരിയൽ റൂം എന്തിനാ? മെറ്റീരിയൽ റൂം വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ഇലക്ഷൻ ഓഫീസർ ഉദ്യോഗസ്ഥർക്ക് തുറക്കാം. അങ്ങനെയുള്ള റൂമാണ് മെറ്റീരിയൽ റൂമിലാണ്. പക്ഷേ സ്ട്രോങ് റൂമോ തുറക്കാൻ പാടില്ല. സ്ട്രോങ് റൂം സ്ഥാപിക്കുന്ന എവിടെയാണ്? സ്ട്രോങ് റൂമിൻ്റെ പരിസരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നർ പെരിമീറ്റർ ഏരിയയാണ് പറഞ്ഞത്. ഇന്നർ പെരിമീറ്ററിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആർക്കും പ്രവേശനമില്ല. മെറ്റീരിയൽ റൂം പ്രവേശനമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാവുന്ന മെറ്റീരിയൽ റൂം എന്തിന് ഇന്നർ പെരിമീറ്റർ സ്ഥാപിച്ചു? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം പറയുന്നത്. ഞങ്ങൾ കണ്ടല്ലോ, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നല്ലോ കയ്യിൽ. അവർ സമ്മതിച്ചല്ലോ. എന്താ പറഞ്ഞത്? മെയിൽ ഫീമെയിൽ വോട്ടുകളും പ്രവാസി വോട്ടുകളും ഞങ്ങൾ അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നില്ല. അതിൻ്റെ സ്ഥലം അവിടെയാണോ? നിങ്ങൾ പരിശോധിച്ചോളൂ. കഴിഞ്ഞ നമ്മൾ ഓർമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്നർ പെരിമീറ്റർ മെറ്റീരിയൽ സ്ഥാപിച്ചല്ലോ. ഇതിൽ ഏറ്റവും ഗുരുതരമായ കുറ്റം നടന്നത് ഇന്നർ പെരിമീറ്റർ പരിസരത്ത് മെറ്റീരിയൽ സ്ഥാപിച്ചാണ്. രണ്ടാമത് അവിടെ പ്രവേശിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് അറിയാമല്ലോ ഇത് പരിപൂർണമായും കേന്ദ്ര സേനയുടെ കീഴിലാണെന്ന്. എന്നിട്ടും അവിടെ പ്രവേശിക്കൽ ചെയ്യുന്നത്. ആ നടപടി രണ്ടാമത് തെറ്റ്. മൂന്നാമത്തെ തെറ്റ് അവർക്ക് തന്നെ നടപടി വരാത്തത്. ഇന്ന് ഒരു വലിയ പ്രമുഖമായ പത്രത്തിന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത്രയ്ക്ക് സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഈറ്റിലമായ കേരളത്തിൽ ജീവിക്കുക? പൊതുജന മധ്യത്തിലുള്ള സംശയം ദൂരീകരിക്കണം. പിന്നെ ഇതിൻ്റെ സംശയം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്ര സെൻസിറ്റീവ് ഞങ്ങളെ വോട്ട് മാത്രമല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ പാർട്ടിയും ഇല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടി സന്ദർശോ? UDF അല്ലാതെ LDF പോയോ NDA പോയോ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സംശയത്തിന് ബലം കൂടുതൽ ചെയ്യുക. ഒരാൾ ആരുടെയെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? CPMLൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടെ വരെ വന്നു. പ്രബലരായ ഞങ്ങൾ എതിരാളി 2 മുന്നണിക്കാരുടെ പ്രതികൾ സന്ദർശിച്ചിട്ടില്ല, ആവശ്യം അറിയിച്ചിട്ടില്ല, പ്രസ്താവന വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരൊറ്റ ചോദ്യം, എൻ്റെ ഈ ടെലഫോണിലൂടെ എനിക്ക് അവിടെ നിന്നും CCTVയിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഉന്നതമായ ഡിജിറ്റൽ സംവിധാനമുള്ള ഈ രാജ്യത്ത് എന്ത് നടക്കും എന്ന് നടക്കില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പറയും നടന്നു എന്നല്ല, നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ജനം സംശയിക്കുന്ന ഒരു വിഷയത്തിൽ ആ സംശയത്തിന് അതീതമാവേണ്ട നടപടികൾ കൊടുത്തിരുന്നു. അല്ല, ഞങ്ങൾക്ക് തന്നെ അക്നോളജ് ചെയ്തു. പിന്നീട് സ്ട്രോങ് റൂം തുറക്കുന്ന നടപടി വന്നു. വിശദമായ റിപ്പോർട്ട് കലക്ടറോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചീഫ് ഇലക്ഷൻ ഓഫീസറുമായി കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. എന്തായാലും ഞങ്ങളുടെ ആവശ്യം ഇതാണ്. ഇല്ലെങ്കിൽ ഈ സംശയ ദൂരീകരണത്തിനുള്ള നടപടികൾ അതെന്തോവല്ലോ, ഏതെങ്കിലും നിരീക്ഷണം നോക്കാമല്ലോ. ഇതിന് മാറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷരായ നീതിമാന്മാരാണെന്ന് സമൂഹത്തിന് വിശ്വാസമുള്ള ആളുടെ നിരീക്ഷണം വെക്കാമല്ലോ ഈ ഞങ്ങളുടെ നടപടിയിൽ. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളുകളിൽ ഈ ആളുകൾ വന്ന് ഒരു ഏതെങ്കിലും തരത്തിൽ 4-5 വോട്ട് തർക്കം വന്നു, ഇവരെ നിലപാടെടുക്കും. മാത്രമല്ല കൊയിലാണ്ടി ആറുകൾ ഞാൻ വ്യക്തിപരമായി പറഞ്ഞുള്ളൂ. സ്ഥാനാർത്ഥിയെ ഞാൻ ഒരു ദിവസം മുഴുവൻ വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. പിന്നീട് ഞാൻ മെസ്സേജ് അയച്ചു, തിരിച്ചടിച്ചില്ല. പിന്നീട് വേറൊരു നമ്പറിൽ നിന്ന് മാറ്റി ഫോൺ ചെയ്തേ. അവിടെയാണ് എനിക്ക് ഒരുപാട് തിരക്കുണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്ഥാനാർത്ഥി നിലക്ക് ഞാൻ വിളിച്ചാൽ നിങ്ങൾ എടുക്കില്ല, പിന്നെ ആരടിക്കുക? എനിക്കൊന്നും ആയിരുന്നില്ല. അവിടുത്തെ 1-2 ചെറിയ വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ വിളിച്ചത്. എനിക്ക് അന്നേ അത് സംശയം ഉണ്ട് ഇതെന്ന് പറയില്ലേ. മാത്രമല്ല ഇവരൊക്കെ പക്ക CPM ബേസ്ഡ് ആളുകളാണ്. അവരെ അതൊന്നും അവരുടെ പേഴ്സണൽ രാഷ്ട്രീയമാണ്, അതിലൊന്നും ഞങ്ങൾ ഉറങ്ങുന്നില്ല. പക്ഷെ അവരുടെ ഇലക്ഷൻ ഓഫീസറുടെ പ്രവൃത്തി